പ്രലോഭനങ്ങളുടെ തലം. പിശാച് നിങ്ങളെ പ്രലോഭനങ്ങൾക്ക് വിധേയമാക്കുന്നു. പക്ഷെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലെന്നാണ്. അപ്പൊ ജോബിനോട് എങ്ങനെ പെരുമാറണം എന്ന് പിശാചിന് അധികാരം കൊടുത്തത് ആരാണ്? ദൈവം തന്നെയാണ്. അപ്പൊ ഒരു പക്ഷേ ഈ ആത്മീയ യാത്രയിലെ പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത് ദൈവം അനുവദിച്ചുകൊണ്ട് നമ്മളിലേക്ക് വരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കാൻ വേണ്ടി ഈ പ്രലോഭനങ്ങൾ ഒരു അത്യാവശ്യ കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ പ്രലോഭനം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തുമാത്രം ഉറച്ചിട്ടുണ്ട് സ്പിരിച്വാലിറ്റിയിൽ, ദൈവവിശ്വാസത്തിൽ എന്നൊക്കെ നമ്മൾ പരീക്ഷിക്കപ്പെടും. അതിലും ചിലപ്പോൾ നമ്മൾ വീണു പോകും, നമ്മൾ പിന്നെ എഴുന്നേക്കും. പക്ഷെ ഈ പ്രലോഭനങ്ങൾ ഈ സ്പിരിച്വൽ പാത്തിന്റെ അല്ലെങ്കിൽ ഒരു ജേണിയുടെ പാർട്ടാണ്. ഇത് ആദ്യകാലങ്ങളിൽ ചിലപ്പോൾ ശക്തമായിട്ടൊന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ആത്മീയതയിൽ വളരും തോറും ഇത് ശക്തമായിട്ട് വരാൻ തുടങ്ങും. അപ്പോ പലതരത്തിലാണ്. ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഈ സ്പിരിച്വാലിറ്റിയിൽ വരാതിരിക്കാൻ വേണ്ടി ശക്തമായ പ്രലോഭനങ്ങൾ ഉണ്ടാകും. ഇനി അങ്ങനെയല്ല, നിങ്ങൾ എങ്ങനെയും ആത്മീയതയിലേക്ക് വന്നു, പ്രാർത്ഥന ജീവിതത്തിലേക്ക് വന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ വളരാതിരിക്കാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാവും. ഇനി വളർന്നു കഴിയുമ്പോൾ നിങ്ങളെ വീഴ്ത്താൻ വേണ്ടിയുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ പ്രലോഭനങ്ങളുടെ മേഖലയിൽ കൂടിയതും കുറഞ്ഞതും ഒക്കെ ആയ ചെറുതും വലുതുമായ പ്രലോഭനം നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ പ്രലോഭനങ്ങൾ എന്ന് പറയുമ്പോൾ തിന്മ ആയിട്ടാണ് വരിക. ഇപ്പൊ ധനമോഹം ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇങ്ങനത്തെ പ്രലോഭനങ്ങൾ മാത്രമേ വരുള്ളൂ. ഇപ്പൊ ജഡികാസക്തി, ശരീരത്തിന്റെ ഇച്ഛകൾക്ക് ഒരു പ്രലോഭനമായിട്ട് വരുന്നു. അല്ലെങ്കിൽ ദേഷ്യം, ആളുകളെ ചീത്ത വിളിക്കണം, വഴക്കുണ്ടാക്കണം എന്നൊക്കെ തോന്നുന്ന പ്രലോഭനം മാത്രം. അപ്പൊ ഇത്തരം പ്രലോഭനം വരുമ്പോൾ നമുക്കറിയാം ഇതിനൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് പ്രലോഭനമാണ്, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കണം എന്ന് തോന്നും. പക്ഷെ ചില പ്രലോഭനങ്ങള് വളരെ നന്മയുടെ രൂപത്തിലാണ് വരിക. അത് തിരിച്ചറിയാൻ തന്നെ നിങ്ങൾക്ക് വലിയ കൃപ വേണം. നന്മയുടെ രൂപത്തിലാണ് പ്രലോഭനങ്ങളും തിന്മയും നിങ്ങളിലേക്ക് വരാൻ ഉള്ള സാധ്യത. അതൊക്കെ കുറച്ച് കൂടിയ തരം പ്രലോഭനങ്ങളാണ്. അത് നിങ്ങൾ വളരും തോറും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് അറിയാം പ്രലോഭനം ഉണ്ടാവുന്ന അറിഞ്ഞിട്ട് നിങ്ങൾ എല്ലാ സാധ്യതകളും നിങ്ങൾ അവരുടെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റോങ് മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ എല്ലാവരെയും ഒഴിവാക്കണം, അവരിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്, ഇവർ ചിലപ്പോൾ ഇങ്ങനെ പറയാൻ സാധ്യത. നെഗറ്റീവായി സാധ്യതയുള്ള എല്ലാ വാതിലും നിങ്ങൾ അടച്ചാലും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളിലൂടെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷനിലൂടെ നിങ്ങളിലേക്ക് ഒരു പ്രലോഭനം വരും. അത് പ്രലോഭനമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റാതെ നിങ്ങൾ അതൊരു ശരിയാണെന്ന് തെറ്റിദ്ധരിച്ച് അത് കുഴപ്പമൊന്നുമില്ല, അത് നോർമൽ അല്ലേ അങ്ങനെ വിചാരിച്ച്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു എന്തോ ഒരു കാര്യത്തിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതൊരു പ്രലോഭനമാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാതെ നിങ്ങൾ ആ പാപത്തിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ആ മൊമെന്റിൽ നിങ്ങൾക്ക് അത് അറിയണമെന്നില്ല. അപ്പൊ എല്ലാ പ്രലോഭനങ്ങളിലും നമ്മൾ വിജയിച്ചവരായി കാണപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിലും നമുക്കും ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്കത് പറ്റുന്ന വരില്ല. കാരണം ഇന്ന് വന്ന പ്രലോഭനമായിരിക്കുമല്ലോ ചിലപ്പോൾ നാളെ വരുന്നത്. അപ്പൊ ഫെമിലിയർ അല്ല. അപ്പൊ ഫെമിലിയർ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഓക്കെ ഇങ്ങനെ ഒരു പ്രലോഭനം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഫെമിലിയാരിറ്റി നമുക്ക് പരിചയമുണ്ട്. പക്ഷെ ഒരു പരിചയമില്ലാത്ത മേഖലയിൽ നിങ്ങൾ ഒട്ടും ചിന്തിക്കാത്ത കാര്യത്തിലൂടെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ പ്രലോഭനം നിങ്ങൾക്ക് വരിക. പ്രലോഭനത്തിന്റെ മേഖലയെ കുറിച്ച് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കണം, ജാഗരൂകതയോടെ ഇരിക്കണം, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ സഹായിക്കും.